وبركاته. بسم الله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. ഏറ്റവും ആദരണീയരായ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ ദീൻ കേൾക്കാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും വേണ്ടിയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ അതിൻ്റെ അർഹമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ സവിശേഷമായ ഗുണങ്ങളടങ്ങിയ പ്രത്യേകതയുള്ള മലക്കുകളെ കുറിച്ചാണ്, അവരുടെ പ്രാർത്ഥന ലഭിക്കുന്ന ചില സൽക്കർമ്മങ്ങളെ കുറിച്ചുമാണ് ഇൻഷാ അള്ളാഹ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നുമാണ്. ധാരാളം കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഭൂമിയിലും ആകാശത്തുമൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് അവന്റെ മലക്കുകളെയാണ്. നമ്മെ സംരക്ഷിക്കാനും നമുക്ക് പല കാര്യങ്ങളും നിർവഹിച്ച് തരുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം ചെറു ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുന്നവരും മനസ്സിലാക്കുന്നവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയയിലെ 26-ാം ആയത്തിന്റെ അവസാന ഭാഗത്തും 27-ാമത്തെ ആയത്തിലും പറയുന്നത് ബൽ ഇബാദും മുക്റമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി
വഹും ബിഅംരിഹി യഅമലൂൻ. മലക്കുകളെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെ കുറിച്ച് പറയാണ്. അള്ളാഹുവിന്റെ ഏറ്റവും ആദരണീയരായ, ആദരിക്കപ്പെട്ട അടിമകളാണ് മുഖറബായ, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മലക്കുകൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അള്ളാഹു പറഞ്ഞ, അള്ളാഹു കൽപ്പിച്ച ആ കാര്യത്തിൽ നിന്ന് ഒരിക്കലും മുൻകടക്കുകയില്ല. എന്താണോ അവരോട് ചെയ്യാൻ കൽപ്പിച്ചത് അത് കൃത്യമായി നിർവഹിക്കുക എന്നതാണ് അവരുടെ ഡ്യൂട്ടിയായിട്ട് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും സുപരിചിത തഹ്രീമിലെ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ 6-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം എന്നാണ്. എന്നിട്ട് ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ലാ യഅസൂന അല്ലാഹ മാ അമറഹും, അവരോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അതിനോട് അനുസരണക്കേട് കാണിക്കൂല. വയഫ്അലൂന മാ യുഅ്മറൂൻ, എന്താണോ അവരോട് കൽപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ എന്നാണ്. എന്തെങ്കിലും അവർക്ക് അലിവ് തോന്നി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ നരകത്തിൽ പ്രവേശിച്ച ആളുകൾ നരകത്തിന്റെ മലക്കായ മാലിക്കിനോട് അപേക്ഷിക്കുന്ന ഒരു കാര്യം സൂറത്തു സുഖ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അവിടെ നരകക്കാരായ ആളുകൾ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചുകൊണ്ട് പറയാണ്, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. ഞങ്ങളെ കാര്യത്തില് ഒന്ന് മരിപ്പിച്ചു തരാൻ, ഞങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി റബ്ബിനോടൊന്ന് പറഞ്ഞൂടെ? ഒരു രക്ഷയ്ക്കു വേണ്ടി അവർ ആ നരകത്തിൽ കടന്നെരിയുമ്പോ അതിന്റെ കാവൽക്കാരനായ മാലിക്കിനോട് പറയുമ്പോ കുറച്ച് അലിവ് തോന്നേണ്ട സമയമാണ്. പക്ഷെ അവിടെ പോലും അവർ അവരുടെ ഡ്യൂട്ടിയിൽ യാതൊരു വീഴ്ചയും വരുത്തൂല, ഒരലിവും അവർക്ക് തോന്നേണ്ടതില്ല. അവർ പറയും ഇന്നഹും മാക്കിസൂൻ, ഇന്നക്കും മാക്കിസൂൻ എന്നാണ്, നിങ്ങൾ ഇവിടെ താമസിക്കേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ ഡ്യൂട്ടികൾ നിർവഹിച്ചു പോരുന്ന ആ മലക്കുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അവരെക്കാൾ അള്ളാഹുവിനോട് അടുപ്പമുള്ള മറ്റു ജീവജാലങ്ങളില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുമ്പോ അള്ളാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും എന്ന് പറയുന്നത് മലക്കുകളോട് അവരെ കുറിച്ച് പുകഴ്ത്തി പറയുമെന്നാണ്. അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബുകളായ മലക്കുകളോട് അത്രയും പ്രാധാന്യം അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾക്കുണ്ട്. ഇവിടെ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പോൾ ഒരാൾ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ, അല്ലെങ്കിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, നല്ല ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പ്രതീക്ഷയോടെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ പലപ്പോഴും അത് നമ്മൾ പറയുമെങ്കിലും എല്ലാവരും അത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം അങ്ങനെ പേരെടുത്ത് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊരു വേറെ വിഷയമാണ്. നമ്മൾ പലപ്പോഴും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവുമോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ഒരിക്കലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ, ഈ കാര്യങ്ങൾ ചെയ്താൽ അത് പ്രാർത്ഥന കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു പ്രാർത്ഥനയാണ് മലക്കുകളുടേത്. അവരാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവർ. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന കിട്ടേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ
ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മലക്കുകളുടെ പ്രാർത്ഥനയെയും ഇസ്തിഗ്ഫാറിനെയും കുറിച്ച് സൂറത്ത് ശൂറയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തും. അല, അറിയുക, ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അതിലേക്ക് ചേർത്തിട്ടാണ് അള്ളാഹു പറഞ്ഞത്. അങ്ങനെ ചേർത്ത് പറയാൻ കാരണമായി അതിന്റെ വിശദീകരണത്തിൽ പല മുഫസ്സിറുകളും വിശദീകരിച്ചത് അത് മലക്കുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്നാണ്. അതുകൊണ്ട് ആ മലക്കുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ആ പ്രാർത്ഥനകൾ അതിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലൂടെ പറയുന്നത് ആ പ്രാർത്ഥനയും ആ മലക്കുകളുടെ ശഫാഅത്തും കിട്ടുക അള്ളാഹു തൃപ്തിപ്പെട്ട ചില ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാവർക്കും കിട്ടൂല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലൂടെ പറഞ്ഞത് വലാ യസ്ഫഊന ഇല്ലാ ലിമൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ അവർ ശുപാർശ പറയുകയില്ല. അതിന് ഏറ്റവും പ്രധാനമായി മലക്കുകളുടെ പൊതുവേയുള്ള പ്രാർത്ഥന കിട്ടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച അള്ളാഹുവിന്റെ അർശ്, അതിനു ചുറ്റുമുള്ള മലക്കുകൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വയുഅ്മിനൂന ബിഹി, ആ റബ്ബിൽ അവർ വിശ്വസിക്കുകയും ചെയ്തവരാണ്. എന്നിട്ട് അവരെ കുറിച്ച് പറയാണ് വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ, വിശ്വസിച്ചവർക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാർ നടത്തുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. ആദ്യം അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാകണം. അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശ്വസിക്കുന്നവരാകണം. ഈമാനില്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സ്വീകരിക്കുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. അവിടെ മരണസമയത്ത് നമുക്ക് സന്തോഷ വാർത്തയുമായി അല്ലെങ്കിൽ നമ്മളെ സന്തോഷ വാർത്ത അറിയിക്കുന്നവരായിട്ട് മലക്കുകൾ വരുന്ന രംഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിച്ച് ആ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, അള്ളാഹുവിനെ ആരാധിക്കുന്നതിലോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കാതെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിൽ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്തയുമായി, സ്വർഗത്തിന്റെ സന്തോഷ വാർത്തയുമായി മലക്കുകളെ പറഞ്ഞേക്കുന്നുണ്ട്. ഇവിടെ സഹോദരിമാരെ, ഒന്നാമതായി വിശ്വാസം ശരിയായിരിക്കണം. രണ്ടാമത്തേത് ഫഗ്ഫിർ ലില്ലദീന താബൂ, തൗബ ചെയ്യുന്നവർക്കാണ്. എപ്പോഴും ജീവിതത്തിൽ പശ്ചാത്താപമാണ്. തെറ്റുകൾ ചെയ്യാത്തവരായി നമ്മിൽ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് പശ്ചാത്താപം മനസ്സ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, 70 പ്രാവശ്യവും 100 പ്രാവശ്യവും ഒക്കെ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞാല്, ഒരു തെറ്റുപോലും ചെയ്യാത്ത മാസൂമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ആ ഒരു മനസ്സ് കാണിച്ചുവെങ്കിൽ ഇസ്തിഗ്ഫാറിനും തൗബക്കും എത്രയും പ്രാധാന്യം ഉണ്ട് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന രണ്ടാമത്തെ പൊതുവായ പ്രാർത്ഥന കിട്ടുന്ന ആളുകളാണ് തൗബ ചെയ്യുന്നവർ, തൗബയുള്ള മനസ്സ്. മൂന്നാമത് പറഞ്ഞത് വത്തബഉ സബീലക, നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്തവർ. അള്ളാഹുവിന്റെ മാർഗം,
അത് കൃത്യമായി പിൻപറ്റുക. അള്ളാഹുവിന്റെ കിതാബും അത് വിശദീകരിക്കാനായി, അത് പഠിപ്പിക്കാനായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അത് മുറുകെ പിടിച്ച് ആ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കുക എന്നുള്ളത് നമ്മുടെ ഇഹപര വിജയത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ 3 ഗുണമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് മലക്കുകൾ പൊതുവെ പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. എന്താണ് പ്രാർത്ഥന? വഖിഹിം അദാബൽ ജഹീം. പടച്ചവനെ, കഠിന കഠോരമായ നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തണേ. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ഭയാനകതയിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും അവരെ കാത്തി രക്ഷിക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. മാത്രല്ല, അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ, ഉന്നതമായ സ്വർഗീയ ആരാപങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കണേ. നീ വാഗ്ദാനം ചെയ്ത അവരിൽ ഏറ്റവും നല്ലവരെയും അവരുടെ പിതാക്കളെയും അവരുടെ സന്താനങ്ങളെയും ഒക്കെ പടച്ചവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. അവരുടെ തെറ്റുകളൊക്കെ പുറത്ത് മാപ്പാക്കി അവർക്ക് അത് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പൊതുവായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പൊ അതിന് വേണ്ടത് ഒന്ന്, നമ്മുടെ വിശ്വാസം ശരിയാവണം. രണ്ടാമത്തേത്, തൗബയുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ നാട്ടിൽ പല കക്ഷികളുമുണ്ട്, പല വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, പല കർമ്മങ്ങളും ചെയ്യുന്നവരുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഒരു കർമ്മവും നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ദീനിൽ പഠിപ്പിക്കാത്തതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? ചില ആളുകൾ പരലോകത്ത് വരുമ്പോ ധാരാളം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവൂല എന്നാണ്. അതിന് കാരണം പറഞ്ഞ, ഒന്ന് അവർ കുഫറിൽ അകപ്പെട്ടു എന്നാണ്, പിന്നെ ബിദ്അത്ത് ചെയ്തു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ധാരാളമായി ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തെ കൃത്യമായി നമ്മൾ പിൻപറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രത്യേകം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് പറഞ്ഞ ചില പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളെ അതായത് അറിവ് അന്വേഷിച്ചു പോകുന്നവരെ കുറിച്ചാണ്. നല്ലത് കേൾക്കാൻ, മതത്തിന്റെ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ത്വാലിബുൽ ഇൽമിനെ കുറിച്ചാണ് മലക്കുകൾ അവരെ തൃപ്തിപ്പെടുകയും അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലതളഉ അജ്നിഹതഹാ റിളൻ ബിലിത്വാലിബിൽ ഇൽമി, ആ ഇൽമിനോട് ആവശ്യപ്പെട്ട് അത് കരസ്ഥമാക്കാൻ വേണ്ടി, അത് നേടിയെടുക്കാൻ വേണ്ടി, അതിനു വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുമെന്നാണ്. അവിടെ വിശദീകരണത്തിൽ പലതും കാണാം. ഒന്ന്, അവരോടുള്ള വിനയം കാരണം, അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഇൽമിനെ കേൾക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടി അങ്ങനെ അവരുടെ കൂടെ മലക്കുകൾ ഉണ്ട് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പക്ഷേ നമ്മളൊന്നും ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും, ഇത്തരം ഹദീസുകളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതോടൊപ്പം തന്നെ അതൊരു പൂർണ്ണാർത്ഥത്തിലേക്ക് മലക്കുകളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവുക, അതുപോലെ തന്നെ മലക്കുകൾ നമുക്ക് ഒരു സമാധാനം കൊണ്ട് മലക്കുകൾ വരിക എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഒരിക്കലും കളവ് പറയാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യം വെറുതെ പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് പഠിപ്പിച്ചത് നിങ്ങളുടെ കൂടെ മലക്കുകൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് മലക്കുകളുടെ സാന്നിധ്യം കിട്ടുന്ന ഒരു കാര്യമാണ്, അവരുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യമാണ് ദീന് പഠിക്കുക, മതം പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൽമ് പഠിക്കുന്ന സദസ്സുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നന്മ നേടിയെടുക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മതം പഠിപ്പിച്ചു കൊടുക്കുന്നവരെ കുറിച്ചാണ്, നന്മ പറഞ്ഞു കൊടുക്കുന്നവരെ സംബന്ധിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ആരെങ്കിലും ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ
ആ പറഞ്ഞു കൊടുത്ത് ആരൊക്കെ അത് ചെയ്യുന്നുണ്ടോ അതിന്റെ എല്ലാം പ്രതിഫലം ആ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ്. നമുക്കൊക്കെ ആക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഉമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ സ്വന്തം മക്കളെയെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിനെ, ഉമ്മയെ, ഉപ്പയെ, കുടുംബത്തിലുള്ള അംഗങ്ങളെ എന്തെങ്കിലുമൊക്കെ നന്മകൾ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ നന്മകളായിട്ട് മാതൃകളായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്ത് അവരെ ആ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ ഒക്കെ നന്മ നമുക്കാണ് കിട്ടുന്നത്. അവർ കാലാകാലം ചെയ്യുന്ന നന്മകളുടെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ആദ്യം ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ മുഅല്ലിമുൽ ഖൈർ, നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പോകുക നാട്ടിലുള്ള മറ്റ് ഖുർആൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ വാദകളും അതുപോലെയുള്ള മറ്റ് പഠിപ്പിച്ചു കൊടുക്കുന്ന, ഞാനൊന്നും അധികം ദീന് പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല, ഹദീസ് പഠിച്ചിട്ടില്ല, ചെറുപ്പം മുതലേ ആ ഒരു രീതിയിലൂടെ പോയ ഒരു വ്യക്തിയല്ല എന്ന് പറഞ്ഞ് എനിക്കൊന്നും അതിനൊരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന, അതൊക്കെ മാത്രമാണ് ദീന് പഠിപ്പിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നന്മ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾക്കിടയിലാണ്, നമ്മളോട് വേണ്ടപ്പെട്ടവരോട് നമുക്ക് മാതൃകകളായിക്കൊണ്ട് അവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്നതിന്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലസ് സമാവാത് വൽ അർദീന ഹത്ത അൻ-നംലത ഫീ ജുഹ്രിഹാ വ ഹത്ത അൽ-ഹൂത ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസ് അൽ ഖൈർ. അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു. അള്ളാഹു അവന്റെ ആ അടിമകൾക്ക് വേണ്ടി, നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു. അള്ളാഹു സ്വലാത്ത് ചൊല്ലൽ അള്ളാഹു അവന്റെ മുഖറബുകളായ മലക്കുകളോട് ഇവരെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്, വാഴ്ത്തി പറയലാണ്. അപ്പൊ മലായികതഹു, അവന്റെ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഒരു കാര്യമാണ് മതം പഠിപ്പിച്ചു കൊടുക്കുക, നല്ലത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത്, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പുണ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക എന്ന്. സ്വലാത്ത് ചെല്ലൽ പലപ്പോഴും നമ്മൾ അതിന് മടി കാണിക്കാറുണ്ട്. നാട്ടിൽ ധാരാളം സ്വലാത്തുകളുണ്ട്, ബിദ്അത്തായിട്ടുള്ള സ്വലാത്തുകൾ. ആ സ്വലാത്തുകളൊന്നും വേണ്ട, അതൊക്കെ ബിദ്അത്താണ്, അതൊക്കെ ചൊല്ലിയാൽ നരകത്തിലേക്കാണ് പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും യഥാർത്ഥ സ്വലാത്ത് എന്താണെന്ന് പഠിച്ച് അത് ചൊല്ലുന്ന ആളുകൾ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന അത്തഹിയാത്തിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഇത് ധാരാളമായി വർദ്ധിപ്പിക്കുക. ഇതല്ലാത്ത സ്വലാത്തിന്റെ മറ്റു വചനങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നെങ്കിലും സ്വലാത്ത് ചൊല്ലുന്ന ഒരു അവസ്ഥ ജീവിതത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാനുള്ള ഒരു കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുസല്ലി അലയ്യ, ഏതൊരു മുസ്ലിമും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇല്ലാ സല്ലത്ത് അലൈഹിൽ മലായിക, അവരുടെ മേൽ ആ സമയത്തൊക്കെ മലക്കുകളും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഈ സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ, അവൻ എപ്പോഴൊക്കെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ അപ്പോഴൊക്കെ മലക്കുകൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മാ സല്ല അലയ്യ എന്നാണ്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയത്തൊക്കെ. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ ധാരാളമായി വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലാം. നാട്ടിൽ കാണുന്ന കുറെ സ്വലാത്തുകൾ ഉണ്ട്, അത് നമ്മൾ അതിനെ വേർതിരിച്ച് അറിയുകയും വേണം. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന്റെ പോരിശകൾ പറഞ്ഞുകൊണ്ട് എത്രത്തോളം ഈ ഉസ്താദുമാർ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഖുർആൻ
പൂർണ്ണമായി ഓതുന്നതിനേക്കാൾ പുണ്യമുണ്ട് ഒരു തവണ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ എന്നാണ്. നഊദു ബില്ലാഹ്. ഇതുപോലെ ഒരുപാട് പോരിശകൾ പറഞ്ഞുകൊണ്ട് നാട്ടിൽ പലതരത്തിലുള്ള സ്വലാത്തുകളും അതൊരു ബിസിനസ്സായ കച്ചവടമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ദീന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് തന്നെ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം, നാലാമത്തെ ഒരു കാര്യം, നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ നമ്മൾ ധാരാളമായി അള്ളാഹുവിന്റെ, അവിടെ ചോദ്യം വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അതും സ്വലാത്ത് തന്നെയാണ്. നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതും സ്വലാത്ത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പേര് കേട്ട് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലാതിരുന്നാൽ അവൻ പിശുക്കനാണ്, ബഖീലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളിലും നമ്മുടെ സംസാരങ്ങളിലും എല്ലാത്തിലും പ്രവാചകന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ പേരുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം നന്മയുടെ വഴിയിൽ നമ്മൾ ചെലവഴിക്കുക എന്നുള്ളതാണ്. ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകത്തിൽ അധികം ഞാൻ കണ്ടത് സ്ത്രീകളെയാണ്. നേരെ മറിച്ചും പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ അധികവും കണ്ടത് സ്ത്രീകളെയാണ് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ അധികമായി സ്ത്രീകളെ കാണാൻ പല കാരണങ്ങളും പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ധാരാളമായി സ്വതക്ക ചെയ്യൂ എന്ന്. സ്വതക്ക ചെയ്യുന്നതിന് ധാരാളം പുണ്യമുണ്ട്. പലപ്പോഴും നമ്മൾ പണത്തിന്റെ വിഷയത്തിൽ, ധനത്തിന്റെ വിഷയത്തിൽ പിശുക്കി പിടിക്കുന്നവരെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കുമുള്ള റിസ്ക് ഇവിടെ നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ അടിസ്ഥാന വിശ്വാസമാണത്. ലൈലത്തുൽ ഖദറിന്റെ അന്ന് അള്ളാഹു വിധി നിർണയത്തിന്റെ രാവാണ്. അന്ന് അടുത്ത വർഷത്തേക്ക് ഓരോരുത്തർക്കും വേണ്ട റിസ്ക് എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അള്ളാഹു തീരുമാനിച്ചു വെക്കും. പിന്നെ നമ്മള് ആ ധനത്തിനു വേണ്ടി എത്ര പിടിച്ചു വെച്ചാലും, അനർഹമായി സമ്പാദിക്കാൻ തീരുമാനിച്ചാലും അതുകൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവൂല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഏതൊരാളുടെ മേലും അവന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ധനത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. ഒരു അടിമ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 2 മലക്കുകൾ അവന്റെ അടുക്കൽ വരുമെന്നാണ്. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, അതിൽ ഒരു മലക്ക് പറയും, പ്രാർത്ഥിക്കുമെന്ത്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ ധാരാളമായി ചെലവഴിക്കുന്നവർക്ക് നീ പകരം നൽകണേ. മലക്കുകൾ പ്രാർത്ഥിക്കാണ്, പടച്ചോനെ ധാരാളമായി ചെലവഴിക്കുന്നവർക്ക് നീ പകരമായി ധാരാളം കൊടുക്കണേ എന്ന്. മറ്റേ മലക്ക് പറയുന്നു, വയഖൂലുൽ ആഖർ അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, അല്ലാഹുവേ പിശുക്കി വെക്കുന്ന, ധനം കൊടുക്കാത്ത ആളുകൾക്ക് അവരുടെ ധനം നശിപ്പിക്കണേ എന്ന്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ സമ്പത്ത് എത്ര കൊടുത്താലും, നമ്മളൊക്കെ കേൾക്കുന്ന വാചകമാണ്, ധനത്തിൽ നിന്നും സ്വതക്ക ഒന്നും പുറക്കുകയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് സ്വതക്കകൾ, പ്രത്യേകിച്ചും നമ്മൾ സ്ത്രീകള് ധാരാളമായിട്ട് ആ വിഷയത്തിൽ മുൻപന്തിയിൽ ഉണ്ടാകണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, നോമ്പാണ് വരാൻ പോണത്. അപ്പൊ നോമ്പിന്റെ വിഷയത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല സുന്നത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു ഈത്തപ്പഴോ അല്ലെങ്കിൽ കാരക്കയോ കഴിച്ചിട്ടെങ്കിലും, ഒറ്റയായി അവസാനിപ്പിക്കുന്ന രൂപത്തിൽ കഴിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, ഒരു ഇറുക്ക് വെള്ളമെങ്കിലും പൊട്ടിച്ച് നിങ്ങൾ അത്താഴം കഴിക്കണമെന്നാണ്. കാരണം അത്താഴത്തിന് പ്രാധാന്യമുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്നല്ലാഹ വ മലായികതഹു, തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, അത്താഴം കഴിക്കുന്നവരുടെ മേൽ അവർ സ്വലാത്ത് ചൊല്ലുന്നു. അള്ളി മലക്കുകളും. അള്ളാഹിന്റെ സ്വലാത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഖറബുകളായ
മലക്കുകളോട് അവരെ കുറിച്ച് നല്ലത് പറയും. മലക്കുകളുടെ സ്വലാത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പൊ അത്താഴത്തിന്റെ ആ സമയം പ്രത്യേകിച്ചും ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു വിഷയമാണ്, പക്ഷേ നമ്മൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത് കൃത്യമായി അതിന്റെ ഫളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തൂല ഈ ഒരു കാര്യം. അത് രോഗിയെ സന്ദർശിക്കുന്ന വിഷയമാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ അയൽവാസികളല്ലേ, കുടുംബക്കാരല്ലേ, നമ്മളോട് എപ്പോഴും ബന്ധം പുലർത്തുന്നവരല്ലേ, ഇനിയിപ്പോ നമ്മൾ പോകാതിരുന്നപ്പോ എങ്ങനെ എന്നൊക്കെ അങ്ങനത്തെ പല കാരണങ്ങളും പറഞ്ഞിട്ട് പലരെയും സന്ദർശിക്കാൻ പോകുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു ഹദീസ് മനസ്സിൽ തട്ടിക്കൊണ്ട് തന്നെ നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഒരു ഹദീസിൽ കാണാം, അലി റളിയല്ലാഹു അൻഹു പറയാണ്, സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു, മൻ അതാ അഖാഹുൽ മുസ്ലിമ ആയിദൻ, ആരെങ്കിലും ഒരു മുസ്ലിമായ സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ, സന്ദർശിക്കാൻ വേണ്ടി പോയാൽ, അങ്ങനെ ആ സന്ദർശിക്കുന്നതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പറയാണ്, ഫഇദാ കാന ഗുദവതൻ സല്ല അലൈഹി 70,000 മലക്കിൻ ഹത്താ യുംസിയ. ഒരാൾ രാവിലെ എഴുന്നേറ്റിട്ടാണ്, രാവിലെ സമയത്താണ് ഒരാൾ പിന്നെ രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയതെങ്കിൽ വൈകുന്നേരമാകുന്നത് വരെയും 70,000 മലക്കുകൾ ഈ രോഗിയെ സന്ദർശിക്കാൻ പോയ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എത്ര? 70,000 മലക്കിൻ, 70,000 മലക്കുകൾ രോഗിയെ സന്ദർശിക്കാൻ പോയ ആൾക്ക് വേണ്ടി വൈകുന്നേരം വരെയും പ്രാർത്ഥിക്കുമെന്നാണ്. ഒരാൾ വൈകുന്നേരമാണ് രോഗസന്ദർശനത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പോയതെങ്കിൽ രാവിലെ ആകുന്നത് വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം ഉണ്ട്! നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പലരോടും നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. പലരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കാറുണ്ട്. പക്ഷെ നോക്ക്, ഈ ഒരു കാര്യം ചെയ്താൽ 70,000 മലക്കുകൾ നമ്മുടെ അടുത്തിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്. അതിലൊരു സംശയമല്ല എന്നാണ് പ്രവാചകനാണ് പറയുന്നത്. അതുകൊണ്ട് രോഗസന്ദർശനം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ചുരുക്കി പോവുകയാണ്. മറ്റൊന്ന്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ അടുത്തില്ലാത്ത നമ്മുടെ കുടുംബക്കാരോ ആർക്കെങ്കിലും വേണ്ടി, നമ്മുടെ സന്നിധിയിലില്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിദഹ്രിൽ ഗൈബ് ഇല്ലാ ഖാലൽ മലക് വലക ബിമിസ്. ഏതൊരു അടിമയും, മുസ്ലിമായ ഒരു അടിമയും, അവൻ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അയാളില്ലാത്ത സമയത്ത്, അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ മലക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് പറയാണ്, വലക്ക ബിമിസില്, നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ. എന്താണോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് മലക്കുകൾ പറയാണ്. എത്ര പ്രാധാന്യമുണ്ട്! അപ്പോ നമ്മള് പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യണ്ട, ഒരു പിശുക്ക് കാണിക്കേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് നമുക്കാണ് ഗുണം. നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റു കാര്യങ്ങൾ, പള്ളിയുമായി ബന്ധപ്പെട്ട 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിലേക്ക് പോകാൻ കഴിയുന്നവരാണെങ്കിൽ സ്ത്രീകൾക്ക് സജ്ജീകരിക്കപ്പെട്ട ആ ഭാഗത്ത് പോയിരുന്ന് അതിന്റെ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ പള്ളിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ ഒന്നാമത്തെ സൊഫിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ സൊഫുകൾ ഇടതൂർന്ന് അതിന് വിടവില്ലാതെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതുപോലെ തന്നെ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ചൊല്ലി ഇമാമ പ്രാർത്ഥിക്കാണ്, ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിലാക്കണേ, അമ്പിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ അടങ്ങുന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ, അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ, നിന്റെ കോപത്തിനും ശാപത്തിനും വന്ന ആ ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് സൂറത്തുൽ ഫാത്തിഹ ഓതി അതിനുവേണ്ടി ഇമാം ആമീൻ എന്ന് പറയാണ്. ആ സമയത്ത് ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ആമീൻ എന്ന് പറയൂ.
കാരണം ഇമാമിന്റെ ആമീനും നിങ്ങളുടെ ആമീനും മലക്കുകളുടെ ആമീനും കൂടി ചേർന്നാൽ കഴിഞ്ഞുപോയ വൻ പാപങ്ങളല്ലാത്ത എല്ലാ ചെറു പാപങ്ങളും അതിലൂടെ പൊറുക്കപ്പെടുമെന്നാണ്. ഇത് ജമാഅത്തായി നമസ്കരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകതയാണ്. ഇതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാത്രി നമ്മൾ വുദൂഓടുകൂടി കടക്കുക എന്നുള്ളത്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴുള്ള കുറെ മര്യാദകളുണ്ട്, സുന്നത്തുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി നമസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ വുദു എടുക്കുക എന്നാണ്. അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയാൽ അവർ ശുദ്ധ പ്രകൃതിയിലാണ്, പാപവുമില്ലാതെയാണ് അവർ മരണപ്പെടുകയാണെങ്കിൽ ഉണ്ടാവുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ ഹദീസിന്റെ തുടക്ക ഭാഗത്ത് അവർ നമസ്കാരത്തിന് വുദു എടുക്കുന്ന പോലെ എന്ത് ചെയ്യണം? വുദു എടുക്കണം എന്നാണ്. എന്നാൽ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ബാത ത്വാഹിറൻ, ആരെങ്കിലും ശുദ്ധിയോടുകൂടി കിടന്നുറങ്ങിയാൽ, അതിന്റെ വിശദീകരണത്തിൽ അതിന്റെ വുദു അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ വുദുഓടുകൂടി ആരാണോ രാത്രി കിടന്നുറങ്ങുന്നത് അവർക്ക് വേണ്ടി മലക്ക് അവരുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ, ഇന്ന ആൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചോനെ, ഫഇന്നഹു ബാത ത്വാഹിറൻ, അവൻ ശുദ്ധിയോടുകൂടിയാണ് രാത്രി കിടന്നുറങ്ങിയിട്ടുള്ളത് എന്ന് രാവിലെ വരെ അവന്റെ അടുത്തിരുന്നു കൊണ്ട് മലക്ക് പ്രാർത്ഥിക്കുമെന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനാബത്തുകാരനായാൽ, ഭാര്യാഭർത്തൃ ബന്ധം നടന്നാൽ പോലും ഒരാൾ കുളിക്കുക എന്നുള്ളതാണ്, കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് കുളിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ കുളിക്കുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വുദുവെങ്കിലും എടുത്ത് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞത്. കാരണം എന്താ? വുദു എടുത്ത് കിടന്നുറങ്ങിയാൽ ഇങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ട് ഈ സുന്നത്തും നമ്മൾ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരൊറ്റ കാര്യം, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് മലക്കുകൾ എതിരെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സ്ത്രീകളെ കുറിച്ച് പറഞ്ഞത്, അവർ തന്റെ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് അവരുടെ ആവശ്യത്തിന് വേണ്ടി, തന്റെ ശഹവത്തിന് വേണ്ടി അവർ വിളിക്കുന്ന സമയത്ത് പിന്നെ പോയിട്ടില്ലെങ്കിൽ ആ സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു ഹദീസുണ്ട്. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി, ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവിന്റെ അടുക്കലേക്ക്, അവരുടെ വിരിപ്പിലേക്ക് ക്ഷണിച്ചിട്ട് പോകാതിരുന്നാൽ, ഫഅബത്, അവൾ വിസമ്മതിച്ചു, ഫബാത ഗളബാന അലൈഹ, അങ്ങനെ അദ്ദേഹം ഈ സ്ത്രീയെ കുറിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടാണ്, കോപിച്ചുകൊണ്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയതെങ്കിൽ, ലഅനതഹൽ മലായികതു ഹത്താ തുസ്ബിഹ, രാവിലെയാകുന്നത് വരെയും മലക്കുകൾ ഇവളെ ശപിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപം കിട്ടുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുകൂടി അതിനോട് ചേർത്ത് സൂചിപ്പിക്കുകയാണ്. പ്രാർത്ഥന ലഭിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു അവസരങ്ങളിൽ അതൊക്കെ പഠിക്കാനും ആ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ജീവിതത്തിൽ പകർത്തുക, അതാണ് ഏറ്റവും പ്രധാനം. എല്ലാത്തിനും നിയ്യത്ത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കിട്ടുന്ന കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തി അത് അമലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ ഞാൻ ത്വാലിബുൽ ഇൽമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു സംഭവം, മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ഹദീസിനു വേണ്ടി ഒരു സഹാബി വരുന്ന രംഗം പറയുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എന്റെ അടുക്കലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നത് നിങ്ങൾ ഈ ഹദീസിനു വേണ്ടി തന്നെയാണോ? അതല്ല നിങ്ങൾ വല്ല കച്ചവട ആവശ്യത്തിന് വേണ്ടിയോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നതൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം, അല്ല, ഞാൻ ഇതിനു വേണ്ടി തന്നെയാണ് വന്നത് എന്ന് പറയുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ, പ്രവാചകന്റെ ഹദീസ് ഉദ്ധരിക്കുന്നത്, ആരെങ്കിലും ഒരു ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിലാണെന്ന് പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ സ്വർഗത്തിന്റെ വഴിയിലാകണം. ആ ഒരു കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ
അത് കൃത്യമായി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. ഇൽമ പഠിക്കുന്നതിന്റെ ആ ഒരു തർത്തീബോടുകൂടി തന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരായിരിക്കണം. അതായത് ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പിന്നീട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുണ്ടാവേണ്ടത്. കേട്ട കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ പകർത്താനും ആ പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാനും മുഖറബുകളായ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആ വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഗഫാറായ നാഥ ഞങ്ങൾക്കെല്ലാം തരണമേ. اللهم اغفر للمؤمنين والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.